സജീവൻ, കെ ടി ജലീൽ ഇത് ഉന്നയിക്കുക മാത്രമല്ല, ഒരു വ്യക്തിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ പറയുക മാത്രമല്ല, അതൊരു ശൈലിയായി മുസ്ലിം ലീഗിൽ മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ UDFിൻ്റെ യുവജന സംഘടനകളുടെ യുവജന നേതാക്കളുടെ ഒരു രീതിയും ഇതാണ് എന്ന് പറയുന്നു. അവർ രാഷ്ട്രീയത്തിലെ മാഫിയയായി, കച്ചവടവും കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ഒരു മാഫിയയായി മാറിയിരിക്കുന്നു എന്നൊരാരോപണവും ഉന്നയിച്ചു. അതൊരു ആരോപണമാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അത് ആരോപണമായി തന്നെ താങ്കൾ കാണുക. ആ ആരോപണം അസ്ഥാനത്താണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത മുസ്ലിം ലീഗിനുണ്ട്, ഒപ്പം തന്നെ UDFിനുമുണ്ട്. അങ്ങനെയല്ലേ നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പറഞ്ഞു വെക്കാൻ കഴിയുക? എന്ത് സംഭവിക്കണം മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും ഭാഗത്ത് നിന്ന് ഇനി എന്നാണ് താങ്കൾ കരുതുന്നത്? സജീവൻ, പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കന്മാരും എതിരാളികൾക്കെതിരെ, എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും എതിർ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് രാഷ്ട്രീയ ആയുധമായിട്ട് മാത്രം ഉന്നയിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇവിടെ ജലീൽ ഉന്നയിച്ചിരിക്കുന്നത് ഓരോന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനേക്കാൾ കൂടുതൽ ആ തെളിവിനോട് ആഡപ്പ് ചെയ്യാവുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഷൈജിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. വളരെ കൃത്യമായിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ വളരെ തെളിവുകളോട് കൂടി വരുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള ബാധ്യത തീർച്ചയായിട്ടും ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കുണ്ട്. ഒരു സംശയമില്ല. അത് പറഞ്ഞില്ല എങ്കിൽ പണ്ട് കാലത്ത് കരുണാകരന്റെ രീതി ഉണ്ടായിരുന്നു. നമുക്ക് NPC ഒക്കെ അറിയാവുന്ന കാര്യമാണ്. അത് എന്ത് ആരോപണം വന്നു കഴിഞ്ഞാലും കണ്ണിറുക്കിയിട്ട് ചിരിച്ചു തള്ളുക. കുറച്ച് കഴിഞ്ഞാൽ ആരോപണം പലതവണ രണ്ടോ ദിവസങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ രംഗത്തുണ്ടാകും, പിന്നീട് അത് ഇല്ലാതായി തീരും എന്നൊരു തന്ത്രമായിരുന്നു കരുണാകരൻ എടുത്തിരുന്നത്. ആ തന്ത്രം ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്ന, ഇന്നിപ്പോഴും നടപ്പാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആളുകൾ പക്ഷെ അത് നടപ്പാവില്ല. കാരണം ഇവിടെ ജലീൽ പറഞ്ഞു ഒരു ആരോപണം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു നിർത്തിയ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, അടുത്ത ഘട്ടമായിട്ട് നിയമ നടപടി, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളിലേക്ക് കൂടി പോകും എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് അനന്തര നടപടി ഉണ്ടാവുന്ന കാര്യം എളുപ്പമാണല്ലോ, ഉറപ്പാണല്ലോ. നമുക്കറിയാം ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാതിരുന്നാലും നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ഉത്തരം പറയേണ്ടി വരും. എവിടെ നിന്ന് കാശൊക്കെ വന്നു, എങ്ങനെയാണ് ഇത്രയും സമ്പാദ്യം ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് ഒരേ സമയത്ത് 2 പ്രൊഫഷനിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തേണ്ടി വരുമല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓരോന്നും അത് ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ഒതുങ്ങാൻ സാധ്യതയില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആരോപണം ഒരു വ്യക്തിയിലേക്ക് മാത്രമല്ല പല വ്യക്തികളിലേക്ക് കൂടി ഉണ്ടായിട്ടുള്ളതാണ്. അത് തടയാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കാസർകോട്ടെ ഈ സ്വർണ്ണ ജ്വല്ലറി തട്ടിപ്പ് പ്രശ്നം. അന്ന് പല ആളുകളും അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും കളിച്ച കളികൾ നമുക്കറിയാവുന്നതാണ്. എന്നിട്ടും എന്തുണ്ടായി? ആ പ്രതികൾ, ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടാകുന്നു. ഇതേ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ ഈ പരാതിക്കാരായിട്ട് രംഗത്ത് വരുന്നു. സ്വാഭാവികമായിട്ടും അവര് പ്രതികളാക്കപ്പെടുന്നു, ജയിലിൽ അടക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അതല്ലെങ്കിൽ തങ്ങളുടെക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാനുള്ള വസ്തുതകളും തെളിവുകളും ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടാകണം. അതുണ്ടെങ്കിൽ അത് ഇപ്പോഴേ തന്നെ പറയാവുന്നതാണ്, ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാവുന്നതാണ്. പലപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പറയാറുള്ളത് ജനങ്ങളുടെ കോടതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ജനങ്ങളുടെ കോടതിയിൽ അവർ നിരപരാധികളാണ് എങ്കിൽ അവതരിപ്പിക്കാനുള്ള ചുമതലയും ബാധ്യതയും അവർക്കുണ്ട്. അവരെ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു കോടതികൾ, നീതിന്യായ പീഠം ഇക്കാര്യം വിലയിരുത്തുകയും അതിന്റെ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. അതിന് ജലീൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, അടുത്ത തലത്തിലേക്ക് പോകുമെന്നാണ്. സത്യത്തിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശവും അടുത്ത തലത്തിലേക്ക് ജലീലിനെ പോലുള്ള ആളുകൾ തെളിവുകളുമായി പോയാൽ ഇവിടെ ഈ പറഞ്ഞ രൂപത്തില് മൗനം പാലിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ലാതാകും.